ഒരു ഒക്കെ വെറൈറ്റി സാധനങ്ങൾ ഈ മാളുടെ താഴെ കേട്ടോ. കാരണം ഒരു ശിഷ്യമേടം ഇതാണ്ടല്ലോ, ഇതൊക്കെ സെറ്റ് ചെയ്ത് നോക്കിയാൽ എന്ത് ഭംഗിയാണ് കണ്ടോ. നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമാണ്. കാരണം ഒരു ചൈനക്കാരെ ഇരുന്ന അലമാരെ അല്ലല്ലേ. കാരണം നമ്മൾ ക്രിസ്റ്റൽ കണ്ടോ, നോക്കിയേ, ക്രിസ്റ്റൽ ചെയറുകളുടെ കൂമ്പാരമാണ്. അതായത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതെല്ലാം വന്നിട്ട് ബിസിനസ് ചെയ്യാൻ. ഇത് ആ ഒരു കാർഡ് എടുത്തോ, ആർക്കെങ്കിലും നമുക്ക് ഉപകാരപ്പെട്ടോടെ. കാരണം നോക്കി ചെയറുകൾ നോക്ക്, കാരണം നോക്കിയാൽ ഏതെല്ലാം ടൈപ്പ് സാധനങ്ങളാണ്. നമുക്കിതൊന്നും കവർ ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. നമുക്ക് ഇത് നോക്കിയേ, എല്ലാ വേസ്റ്റ് സാധനങ്ങളും ഇതിൻ്റെ അകത്ത് അല്ലേ. നോക്കി എന്ത് ഭംഗിയാ. ഇവന്മാർ കൊള്ളാട്ടോ. ഇത് ചിന്തിക്കാത്ത സാധനങ്ങൾ. ഇതിൻ്റെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തല്ലേ. മരം, ഇതിൻ്റെ അകത്ത് മരമാണ് കേട്ടോ. എന്നിട്ട് അത് ക്രിസ്റ്റലിൻ്റെ അകത്താക്കി. നോക്കിയാൽ കുപ്പി, പ്ലാസ്റ്റിക് ബോട്ടിൽ സാധനം, സോഡ കുപ്പി. എന്താ എൻ്റെ മോനെ. നോക്കിയാൽ ടേബിൾ കേട്ടോ. എനിക്ക് വയ്യ. നോക്ക്, അന്നങ്ങില്ല. ഇത് ഭയങ്കര ഇതാട്ടോ, ലോഡുവാണേ. നോക്കിയേ, ഏറ്റവും ദിവസം ക്രിസ്റ്റൽ സാധനങ്ങൾ. ബാ, നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ കവർ ചെയ്താൽ അത്രയും കവർ ചെയ്തെന്ന് പറയാം. ഈ മാളിൻ്റെ സ്കെച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത്രയും വലിയൊരു മാളാണത്. ഇതിൻ്റെ സ്കെച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ചൈന ഭാഷയിലായതുകൊണ്ട് നമ്മൾ വെറുതെ വായിച്ച് സമയം കളയുന്നില്ല അല്ലേ. എൻ്റെ പൊന്നെ, ഒന്നും പറയാനില്ല. പക്ഷേ നമ്മളെ നാട്ടിൽ എന്തുകൊണ്ട് ഇത്രയും സാധനങ്ങൾ, ഒറിജിനൽ സാധനങ്ങൾ അവിടെ കാണുന്നില്ലല്ലോ. പക്ഷേ ഉണ്ട്. പക്ഷേ ഇത്രയും ഒരു ക്വാളിറ്റി, ഇത്രയും ഒരു വൃത്തിയിൽ ഈ സാധനങ്ങൾ ഇനി വില കൂടുതലിൻ്റെ ആണോ മറ്റെന്തെങ്കിലും ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പോയി ബെഡ് കാര്യങ്ങളൊക്കെ, കാരണം സുഖമില്ലാത്ത ആൾക്കാർക്ക് പരിചരിക്കാൻ വേണ്ടിയിട്ട് ആ ബെഡിൽ കടത്തി കഴിഞ്ഞാൽ അവരെ ഫുൾ റിപ്പോർട്ട് ഡോക്ടർക്ക് അയക്കുന്ന സംവിധാനം 2025 ഈ സാധനം ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു എന്താ പറയുക, അതിശയമാണ്. അതായത് ഫുള്ള് റിപ്പോർട്ട് വന്നിട്ട് കൊടുക്കുന്ന ഒരിത്. അതായത് ഷുഗർ എത്ര, പ്രഷർ എത്ര, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ റിപ്പോർട്ട് നേരെ ഡോക്ടർക്ക് എത്തുന്ന ഒരു സംവിധാനം. അപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ എത്രമാത്രം ടെക്നോളജി വളർന്നു. നമ്മൾ ഇത് നോക്കിയാൽ കറങ്ങുന്ന ഒരു ടേബിൾ കേട്ടോ. മേലെ ഫുഡിൻ്റെ സാധനങ്ങളെല്ലാം വെച്ച് അത് കറക്കിയെടുക്കാം. ചെറിയ സലാഡ് സാധനങ്ങളും ഇങ്ങനെ കച്ചാറൊക്കെ നമ്മൾ വെക്കില്ലേ അത്. പിന്നെ ഓരോ മാളിൻ്റെ അകത്തും ഓരോ വ്യത്യസ്ത സംഭവങ്ങളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത് എന്താ പറയുക, റിപ്പോർട്ട് അയക്കുന്ന സംവിധാനം എന്ന് പറയുമ്പോൾ ചില്ലറയാണോ, അതായത് ടെക്നോളജിയിൽ ഇവർ വെല്ലാനൊന്നും ഇല്ലയെന്ന് എനിക്ക് പറഞ്ഞു. കാരണം എന്താ പറഞ്ഞാൽ ഇപ്പന്മാരും ജപ്പാൻകാരും ഒന്നൊന്നര സംഭവം തന്നെ പറയാം. നോക്കിയേ, എന്താ ഒരു ഇൻറ്റീരിയർ സ്പേസ് നോക്കിയാൽ ഇതോ എങ്ങനെയുണ്ട്. വാവ്, അടിപൊളി സംവിധാനം. നോക്കിയേ, അവിടെ കണ്ടോന്ന് സാധനം എന്തല്ലേ, കണ്ണിന് കുളിർമയേക്കുന്ന സാധനം. ഞാൻ ഒന്നാമത് എന്താ പറഞ്ഞാൽ ഞാൻ ഓട്ടോമൊബൈൽ ഫീൽഡാണ്. പക്ഷേ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോസൊക്കെ ഉപകാരപ്പെട്ടോട്ടെ. കാരണം ഫർണിച്ചറൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ ഇഷ്ടം പോലെ, നമ്മളെ ഫ്രണ്ട്സുകൾ മുതൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ എവിടേക്കാണ് നടക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഞാൻ എപ്പോഴും ഉള്ളത്. കാരണം ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ മുണ്ടക്കൈ ലാൻഡ് സ്ലൈഡിന് ശേഷം ഞങ്ങളെവിടെയും പുറത്തിറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഒന്ന് പുറത്തിറങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പുറത്തിറങ്ങി. ട്രെയിനിങ്ങാണ് ഞാൻ മെയിൻ.